ആ 23 മോഡൽ 24 രജിസ്ട്രേഷൻ ആണോ? ഓക്കെ 24 പുത്തൻ വണ്ടി അല്ലേ? 7 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം 7.5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ലോ കിലോമീറ്റർ ഇന്നോവ അല്ലേ? കേരള വണ്ടി അല്ലേ? കേരളത്തിൽ ഇത്രയും ലോ കിലോമീറ്റർ ഇന്നോവ കിട്ടാൻ ചാൻസ് കുറവാണ്. റയർ ആയിട്ട് ഇല്ല, ഗ്യാരണ്ടി പറയാം. ഓക്കെ പ്രൈസ് റേറ്റ് ആണ് പൊട്ടിച്ചോ? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4,90,000 ആണ്. 4,90,000 രൂപക്ക് വെറും 12,000 കിലോമീറ്റർ ഓടിയോ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. എത്ര കൊടുക്കാം? ഓഫർ പ്രൈസ് ആണ് 15,000. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും. 15.5 ലക്ഷം രൂപ ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി എത്ര കൊടുക്കാം? ഇത് നമുക്ക് 12,300,000 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ലക്ഷറി ആൻഡ് ബഡ്ജറ്റ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേരുന്നുള്ളത് ലക്ഷറി ഡ്രൈവ് സൗത്ത് കൊടുവള്ളിയിലാണ് കേട്ടോ. ഇവരുടെ കയ്യിൽ ലക്ഷറി വാഹനങ്ങൾ മാത്രമല്ല കേട്ടോ, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളുണ്ട്. കൂടാതെ ഇവിടെ സെയിൽ ചെയ്യുന്ന വാഹനങ്ങളിൽ 90% വാഹനങ്ങളും ഒറിജിനൽ കേരള വണ്ടികളാണ്. 1-2 റീവണ്ടികളും മാത്രമല്ല കേട്ടോ. മാത്രമല്ല മോഡൽ കൂടി നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഗ്യാരണ്ടിയോട് കൂടെ നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ ഒരു 5-10 കൂടിയെന്ന് എടുക്കും, പക്ഷേ മോഡൽ കൂടിയ ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മളെ ലക്ഷറി ഡ്രൈവിന്റെ ഓണർ ആയിട്ടുള്ള നമ്മളെ ഷാജിഖാനെ തന്നെ പരിചയപ്പെടാം. ഇക്ക, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. റാത്താണ്, സെറ്റ് ആണ് അല്ലേ? ഓക്കെ, നമ്മളെ ഒരു ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? നമ്മളെ ഷോപ്പ് ഉള്ളത് സൗത്ത് കൊടുവള്ളി എന്ന സ്ഥലത്താണ്. കോഴിക്കോട് ഹൈവേ റോഡിൽ സൗത്ത് കൊടുവള്ളി. കോഴിക്കോട് ഹൈവേ റോഡിൽ സൗത്ത് കൊടുവള്ളിയാണ്. മാത്രമല്ല നമ്മുടെ ഷോറൂമിന്റെ പേര് ലക്ഷറി ഡ്രൈവ് ആണ്. നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ കറന്റ് അവൈലബിൾ ആണ്? ഇപ്പോൾ 25ഓളം വണ്ടികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഉണ്ട്. അതിൽ 90% വാഹനങ്ങളും ഒറിജിനൽ കേരള വണ്ടികളാണ്. 1-2 അതർ സ്റ്റേറ്റ് വണ്ടികളല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് നമ്മുടെ മലയാളി മീഡിയ ഫോളോവേഴ്സിന് എന്ത് ഗ്യാരണ്ടിയിൽ വണ്ടി എടുക്കാൻ പറ്റും? നമ്മളിപ്പോ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. 5 വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. പിന്നെ നമ്മൾ എന്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു 20 വർഷത്തോളം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. വണ്ടി കച്ചവടത്തിൽ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആണ് വണ്ടി എടുക്കുന്നത്. അത് നമ്മൾ എഞ്ചിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം, ഇപ്പൊ ഒരു വണ്ടി എടുത്തു ശേഷം ഫ്ലഡ് ആയിരുന്നു, ടോട്ടൽ ലോസ് ആയിരുന്നു, ഇത്ര റീപ്ലേസ് ഉണ്ട്, പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി റിട്ടേൺ എടുക്കും. അങ്ങനത്തെ ഒരു വണ്ടികൾ നമ്മുടെ ഷോറൂമിൽ ഇല്ലല്ലോ. അങ്ങനെ വണ്ടികൾ ഷോറൂമിൽ ഗ്യാരണ്ടി പറഞ്ഞൂടെ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാം. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. അത് പോരെ നമുക്ക്. അപ്പൊ ഒട്ടും തന്നെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് ഷോറൂമിൽ 90% വാഹനങ്ങളും ഒറിജിനൽ കേരള വണ്ടികളാണെന്ന്. അപ്പൊ നമുക്ക് എത്ര വണ്ടികളുണ്ട്? ഈ ഒരു വണ്ടി മാത്രമേ ഒറ്റ വണ്ടിയുള്ളൂ. അത് നമുക്ക് ആദ്യമായി കാണിക്കാം അല്ലേ? ഓക്കെ, അതും ക്രിസ്റ്റ ടൂറിംഗ് സ്പോർട്ട്. ഇത് മോഡല്, കിലോമീറ്റർ, ഓണർഷിപ്പ് 2017 മോഡൽ, 73,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 73,000 ഓടിയിട്ടുള്ളൂ. ഇസഡ് ഓട്ടോമാറ്റിക് ജെന്യുവിൻ ആണോ? കാരണം നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ ലക്ഷറി ഡ്രൈവ് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. 73,000 കിലോമീറ്റർ മാത്രം ഓടിയ സെഡ് ഓട്ടോമാറ്റിക് 17 മോഡൽ വണ്ടി, അതും റയർ കളക്ഷനായ സ്പെഷ്യൽ എഡിഷൻ ടൂറിംഗ് സ്പോർട്ട്. ഇനി നമ്മൾ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കീലെസ് എൻട്രി, അതുപോലെ തന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ലെതർ സീറ്റാണ് വരുന്നത്. അതിൽ തന്നെ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 7 സീറ്ററാണ് വാഹനം വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? എത്ര കൊടുക്കാം? ഓഫർ പ്രൈസ് ആണ് 15,000. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും. 15.5 ലക്ഷം രൂപ കുഴപ്പമില്ല. ഏകദേശം 2 ലക്ഷം രൂപയോളം നമ്പർ ആക്കാൻ വരും. നമുക്ക് വേണമെങ്കിൽ നമ്പർ ആയതിനു ശേഷം ലോൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നല്ല സിബിൽ സ്കോർ ട്രാക്ക് ഉള്ളവർക്ക് മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ജീപ്പിന്റെ കോമ്പസ് പരിചയപ്പെടാം. ഇത് മോഡല് കാര്യങ്ങളൊക്കെ 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർ, 17 കിലോമീറ്റർ തോടി. ലോജിറ്റ്യൂഡ് ഓപ്ഷൻ ആണ്. 62,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ ആണ്. മൈലേജ് ഒരു 15 ചോടായിട്ട് പ്രതീക്ഷിക്കാം. മാക്സിമം ഒരു 15 മൈലേജ് കിട്ടും. വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറയാം. ഓക്കെ, ബോഡി നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, മൈലേജ് കിട്ടും. പിന്നെ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. എല്ലാ യാത്രാ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ഉള്ള വണ്ടിയാണ്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇനിയിപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എത്രയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ 10.5 ലക്ഷം രൂപ. 10.5 ലക്ഷം നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എങ്ങനെ വേണേലും നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? ജീപ്പ് തന്നെ ഷോറൂമിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം? ഒരു
ഇത് നമുക്ക് ഒരു 9 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഒരു 1.5 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഓഡി Q5. ഓഡി Q3 കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി കാണാൻ ലുക്കുള്ള ഒരു വണ്ടി ഓഡി Q5. ഒന്നുകൂടി എന്താ ബൾക്കി ലുക്ക്, അതുപോലെ തന്നെ യാത്ര കംഫർട്ട് ഒക്കെ കൂടും കേട്ടോ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡലാണ്. 14 മോഡല്, അതും ഒറിജിനൽ കേരള ഫാൻസി നമ്പർ വണ്ടി അല്ലേ? ഓക്കെ. വണ്ടി എങ്ങനെ ഓവറോൾ കണ്ടീഷന് കാര്യങ്ങൾ കിലോമീറ്റർ? ഇതൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാല് ഇത് വെറും 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 43,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? പക്ക. കാരണം 2014 മോഡല്. അത് ആള് ഇവിടെ ഇല്ല, പുറത്തുള്ള ആളാണ്. ഡീസൽ തന്നെയല്ലേ വണ്ടി? അതെ അതെ. ഓക്കെ. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി അല്ലേ? എല്ലാ ഫീച്ചർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഹനം പുതിയത് എടുക്കുന്നതിലും ഈ ഒരു വാഹനം എടുക്കുന്നതിൽ എന്താണ് നമുക്ക് പ്രൈസിന്റെ കാര്യത്തിൽ എത്ര ഡിഫറൻസ് ഉണ്ടാവും? ഭയങ്കര മാറ്റം ഉണ്ടാവും. വലിയ മാറ്റം. വലിയ മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. മാക്സിമം ലോണും കിട്ടൂല. കേരള വണ്ടിയാണ്, പെട്ടെന്ന് നമുക്ക് ലോൺ ചെയ്യാൻ നല്ല സിബിൽ സ്കോറും ട്രാക്കും വേണമെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ലേഡീസിന് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമിലി പർപ്പസിന് ഈ ഒരു തുടക്കക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് സ്വിഫ്റ്റ്. അത് ഓട്ടോമാറ്റിക് അല്ലേ? വൈറ്റ് കളറ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് വളരെ റയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. പ്രൈസ് കൊണ്ട് ഓക്കെയാണ്. ഡീറ്റെയിൽ എങ്ങനെ? 2023 മോഡലാണ്. 23 മോഡൽ. ഓണർഷിപ്പ് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, കറക്റ്റ് സർവീസ്. വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ. 23 ആകുമ്പോൾ ചിലപ്പോൾ കമ്പനി വാറണ്ടി ചെക്ക് ചെയ്തില്ല, ചാൻസ് ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന വണ്ടി അല്ലേ? കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒന്ന് സീറ്റ് ഓവർ ഒന്ന് ചെയ്യണമെന്നുള്ളൂ, ബാക്കിയൊക്കെ പക്കയാണ് അല്ലേ? ടച്ച് സ്ക്രീന് അല്ല, കമ്പനി സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഡുവൽ എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു കുഞ്ഞൻ വണ്ടി. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക്. ഓടിയില്ല വണ്ടി, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു പുത്തൻ വണ്ടി എടുക്കുന്ന ഫീൽഡ് എടുത്തൂടെ നമുക്ക്? സർവീസ് കാര്യങ്ങളൊക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. VXi ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഇപ്പം നിലവിൽ സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. ഈ ഒരു വാഹനം നമുക്ക് എത്രക്ക് കൊടുക്കാം? നമ്മൾ 7,25,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. കാരണം ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കിലോമീറ്റർ കൊണ്ട് ഓടിയില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. 10 അടുത്ത് വരുന്നില്ല ഇതിന്റെ റേറ്റ്? 10 എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. വരിക, എടുക്കുക, കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടയോട്ടയുടെ ഗ്ലാൻസ് പരിചയപ്പെടാം. ബാഡ്ജ് മാത്രം മാറ്റുള്ളൂ, വണ്ടി ബലേന തന്നെയാണ്. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? വെറും 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 ഓണർഷിപ്പിലാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. അതിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ. പിന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു ലുക്ക്, കളറ്, നല്ലൊരു ഞാൻ പറയാം ഒരു അട്രാക്റ്റീവ് കളർ. റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ തോന്നും, അത്രയും നല്ലൊരു കളറാണ്. സിംഗിൾ ഓണർ ആണ് കിടക്കുന്നത്. ഓക്കെ. സിംഗിൾ ഓണർ ഉപയോഗിച്ചോണ്ട് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. എത്ര കിലോമീറ്റർ കറക്റ്റ്? 46,000 അല്ലേ? അപ്പോൾ ബ്രാൻഡ് ന്യൂ ടയർ ചേഞ്ച് ചെയ്തായിരിക്കും അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്, അത് പറയാൻ മറന്നു. ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ സ്വിഫ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലേഡീസിന് എല്ലാവർക്കും യൂസ് ചെയ്യാം. മൈലേജ് നമുക്കൊരു 15 വരെ പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലേ? ഓക്കെ. എത്രയാണ് ഒരു ഗ്ലാൻസ് കംപ്ലക്സ്? നമ്മൾ ചോദിക്കുന്നത് 7,75,000 ആണ്. 2021 മോഡൽ വണ്ടി 7,75,000 അല്ലേ? ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും 50,000 1 ലക്ഷം ഒക്കെ ഇറക്കി കൂടെ. നല്ല സിബിലും ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ സുഖമായിട്ട് സ്വന്തമാക്കാൻ പറ്റിയൊരു വണ്ടി. അടുത്തായിട്ട് ഓൾറെഡി ഇപ്പോൾ ടോക്കൺ ആക്കിയതാണ്. അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത നമുക്കൊരു ചെറിയ വിലക്ക് ഒരു ആൾട്ടൊക്കെ ഓൺ റോഡ് ഇറക്കുന്ന വിലക്ക് നമുക്ക് ഒരു പ്രീമിയം ടൈപ്പ് തോന്നുന്ന ഒരു SUV, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വലിയ പ്രൈസിന്റെ ഒരു വണ്ടി, ചെറിയ പൈസ. അതെ അതെ, വലിയൊരു ബൾക്കി വണ്ടി ചെറിയ വിലക്ക്. അത് നിസാന്റെ മാഗ്നറ്റ്, മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2021 മോഡല്. 21 മോഡല്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് വണ്ടി. കിലോമീറ്റർ 12,000 കിലോമീറ്റർ. 12,000. അപ്പോൾ ഷോറൂം കണ്ടീഷൻ. സർവീസ് കാര്യങ്ങളൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കമ്പനി സർവീസ്. വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 12,000 കിലോമീറ്റർ ഓടിയ ടയർ. ബേസ് ഓപ്ഷനാണ് വരുന്നത്, സിൽവർ കളറാണ്. അത് മാത്രമല്ല കാണാനൊരു ബൾക്കി ലുക്ക് അല്ലേ? ഒരു ആൾട്ടൊക്കെ എടുക്കുന്നവർക്ക് ഒന്ന് ഹൈറ്റിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി. ഓക്കെ. ഇനി നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ആ ഒരു പുത്തൻ വണ്ടിന്റെ മണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ആ ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി. സീറ്റ് കവർ ആണെങ്കിലും ഇതൊക്കെ ഒന്നും ലൈറ്റ് യൂസ് ആണ്. ഇത് മൈലേജ് എത്ര കിട്ടും നമുക്ക്? മൈലേജ് ഒരു 14-15 ആ ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
അത്യാവശ്യം നല്ലൊരു കാണാൻ ലുക്ക് ഉള്ള പറഞ്ഞ കമ്പനി ചിലപ്പോൾ 17, 18, 20 ഒക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, ഓൺ റോഡിൽ നമ്മൾ ബൈ റോഡ് പോവുകയാണെങ്കിൽ കിട്ടുന്ന മൈലേജ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടിയുടെ സർപ്രൈസ് റേറ്റ് ആണ് പൊട്ടിച്ചോ? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4,90,000 4,90,000 രൂപക്ക് വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത് നെഗോഷ്യബിൾ ആണ്, നമ്മൾ അതിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വളരെ റയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡസ്റ്റർ പരിചയപ്പെടാം. അതും റെഡ് കളർ അല്ലേ? ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. കുറച്ച് SUV ടൈപ്പ് വണ്ടി ഉണ്ട്, അത് ചെറിയ വിലക്ക് ചെറിയ റേറ്റിന് കൊടുത്തൂടെ? ഇത് മോഡല്, കിലോമീറ്റർ, ഓണർഷിപ്പ് 17 മോഡൽ. ഓണർഷിപ്പോ സിംഗിള് 85 ആണ്. 85 ആണ്. അപ്പൊ കുറച്ച് മൈലേജും മെയിൻ്റെനൻസ് കുറയും. അധികം 110 കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലുള്ള വണ്ടിയാണ്. ഇത് കുറച്ച് മെയിൻ്റെനൻസ് കുറയും. അതുപോലെ തന്നെ ഈ വണ്ടി സിംഗിൾ ഓണർ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണോ? 85 ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ബേസിക് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ബാക്കിലാണ് ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ കുറച്ച് ബോഡി ക്വാളിറ്റി ഉള്ളൊരു വണ്ടി അല്ലേ? മൈലേജ് നമുക്കൊരു 15 പ്രതീക്ഷിച്ചൂടെ? അതിന്റെ മുകളിൽ കിട്ടും. ഓക്കെ, 85 ആയതുകൊണ്ട് കുറച്ച് മൈലേജ് 18 കിലോമീറ്ററിന് അടുത്ത് കിട്ടും. പവറും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എത്ര പ്രൈസിന് ഒരു വണ്ടി കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോളോവേഴ്സിന് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7.5 ലക്ഷം കൊടുക്കാം. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 1 ലക്ഷമൊക്കെ കാണാൻ ഇറക്കി കൂടെ? തീർച്ചയായും. നല്ല ട്രാക്ക് ആണെങ്കിൽ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു ഡസ്റ്റർ സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു കുഞ്ഞൻ വാഹനം, ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റി കുറഞ്ഞ വണ്ടി കിട്ടും, പക്ഷെ ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ്. അതും നമുക്ക് ഈ ഒരു ഓടിച്ച് പഠിക്കാനും മാത്രമല്ല നമുക്ക് ഫാമിലി യൂസിന് വരെ കൊണ്ടെടുക്കാൻ പറ്റും. 4 ആളെ അടിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടി. ഹോണ്ട സിറ്റി 2008 മോഡല്. പക്ഷെ വണ്ടി കണ്ടാലൊരു അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1 ലക്ഷം. അതൊക്കെ ജെനുവിന് പറയാൻ പറ്റൂല്ലേ? ടയർ നോക്കുകയാണെങ്കിൽ 4 അലോയ് വീലാ വരുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു പഴയൊരു ടച്ച്, അന്നത്തെ ഫുൾ ഓപ്ഷൻ. മൈലേജ് നമുക്കൊരു 12 വരെ മാക്സിമം കിട്ടും. എന്നാലും കുഴപ്പമില്ല. പെട്രോളിൽ മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ്. പ്രത്യേകിച്ച് അതെ, തീർച്ചയായിട്ടും സിറ്റിക്ക് എന്നും ആരാധകരുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ആവശ്യക്കാരുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഈ ഒരു മുതല് ഈ ഒരു എത്ര റേറ്റും കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 1,95 ആണ്. 1,95,000. ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം. ലോൺ കിട്ടൂല, കാരണം 8 ആണ്. ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. ആ ഒരു 1.25 നിങ്ങളെ കയ്യിൽ 1,80-90 കാണുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം നിൽക്കൂല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ഇന്നോവ അല്ലെ? കേരള വണ്ടിയല്ലേ? കേരളത്തിൽ ഇത്രയും ലോ കിലോമീറ്റർ ഇന്നോവ കിട്ടാൻ ചാൻസ് കുറവാണ്. റയർ ആയിട്ട് ഇല്ല, ഗ്യാരണ്ടി പറയാം. ഓക്കെ, കിലോമീറ്റർ ഡീറ്റെയിൽ ഓണർഷിപ്പ് ഒക്കെ പറഞ്ഞോളൂ. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 75,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് ജെനുവിൻ ആണോ? പക്ക ഗ്യാരണ്ടി പറഞ്ഞൂടെ? തീർച്ചയായും. കാരണം ഇന്നോവക്ക് 75,000 കിലോമീറ്റർ ഓടിയാണ്. ക്രിസ്റ്റ പോലും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇന്റീരിയറും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ മനസ്സിലായല്ലോ വണ്ടിന്റെ കിലോമീറ്റർ. വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാണ്ടല്ലേ? ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ട്. പക്ഷെ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ആ ഒരു ടയോട്ടയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന അതേ ഫീല് പോയില്ല. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. 2015 മോഡലാണ്. സിംഗിൾ ഓണർ അല്ലേ? അപ്പോൾ ഒരു വ്യക്തി വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി. ഓക്കെ, നമുക്ക് പ്രൈസ് എന്തെങ്കിലും കൂടുതലാണോ? പ്രൈസ് നമ്മൾ 13 ചോദിക്കുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കാരണം ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ഈ വിലക്ക് ക്രിസ്റ്റ എടുത്തുകൂടെയെന്ന്. പക്ഷെ ഇന്നോവ നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു കിട്ടലാണ്. ഇന്നോവ മാരാരിക്കുന്ന തട്ട് താന്നതിന് ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇന്നോവ ഇരിക്കുന്ന തട്ട് താന്നതിന് ഇരിക്കും. അത് ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു 3 സീരീസ് കാണാണ്ട്. കേരള വണ്ടിയാണോ നമ്പർ ആയതാണോ? ഇത് നമ്പർ ആയ വണ്ടി. അപ്പൊ ലോൺ കിട്ടും അല്ലേ? എല്ലാ ലോണും അല്ല, ചില ബാങ്കുകൾ ലോൺ കൊടുക്കും. കാരണം 13 അല്ലേ മോഡൽ പറഞ്ഞു? 2013 മോഡൽ. ഓക്കെ, അത്യാവശ്യം നല്ല കാണാൻ സ്പോർട്ടി ടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ? 13 മോഡൽ 14 രജിസ്ട്രേഷൻ. അപ്പൊ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ലോണിൽ ആരെങ്കിലും ഒരു 3 സെലക്റ്റീവ് ബാങ്കുകൾ ലോൺ കൊടുക്കും കേട്ടോ. ഓക്കെ, വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ലൊരു കിറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും വാഷ് ചെയ്യണമെന്നുള്ളൂ. ബാക്കി സെറ്റ് ആണ്. ഒരു വന്ന കണ്ടീഷൻ അല്ലേ? നമ്മൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ തീം ആണ്. ഓവർ ബൾക്കി വണ്ടിയല്ല, ഒരു ചെറിയൊരു കുഞ്ഞൻ സ്പോർട്സ് കാർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എത്ര കൊടുക്കാം?
ഇത് നമുക്ക് 13 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 13 ലക്ഷം. നെഗോഷ്യബിൾ ആണോ അതോ ഫിക്സ്ഡ് ആണോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ചെയ്ത് കൊടുക്കാം. കാരണം 3 സീരീസ് ആണ്, നമ്പർ ആയ വണ്ടിയാണ്, ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ, വീണ് കിട്ടുന്ന അവസരങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഇനി കുറച്ച് പ്രീമിയം വാഹനങ്ങൾ കാണിക്കാം അല്ലേ? ഇതിന്റെ ഉൾവശത്ത് നമുക്ക് ഒരു 90% വണ്ടികൾ പ്രീമിയം വാഹനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചെറിയൊരു ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള പ്രീമിയം വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പോകുന്നോളി. ഫസ്റ്റ് ആയിട്ട് നമുക്ക് MG ഹെക്ടർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2019 മോഡൽ. 19 നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആണ് ഓടിയത്. 80,000. അതെ, ഡീസൽ. മൈലേജ് എത്ര? മൈലേജ് ഒരു 15 14 ആ റേഞ്ച്. ഇതിന് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ്? ജീപ്പിനെ അപേക്ഷിച്ച് MGക്ക് കുറച്ച് കുറവാണ്. കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് എടുക്കാൻ ഇപ്പൊ MG എന്ന് പറയുമ്പോൾ ഒരു പേടിയാ, മെയിൻ്റെനൻസ് നോർമലാണ്. ഒരു 8,000 രൂപ വരെയുള്ള സർവീസിന് 8,000 ലെവല് കണ്ടാൽ മതി. മൈലേജ് ഉണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. ഫീച്ചേഴ്സ് ഭയങ്കരമാണ്. ഒരു ബെൻസിന്റെ ഫീച്ചേഴ്സ് ഇതിൽ കിട്ടും ഉണ്ടല്ലേ? ഓക്കെ, ഒരു ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു വണ്ടി. പനോരമിക് സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ടയേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് എത്രയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു നമ്മള് 12.75 ചോദിച്ച റേറ്റ്. 12.75. അപ്പൊ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വണ്ടി അന്ന് പുതിയത് ഇറങ്ങുമ്പോൾ എത്ര വരുന്നുണ്ട്? അന്ന് എനിക്ക് തോന്നുന്നു 27 റേഞ്ചിലൊക്കെ എന്തായാലും. ഒരു വണ്ടി നോക്കുന്നവർക്ക്, ഈ ഒരു മോഡൽ നോക്കുന്നവർക്ക് നല്ലൊരു പ്രൈസിന് മാറ്റം. കിലോമീറ്റർ എടുക്കുന്ന സെക്കൻഡ് എടുക്കുന്ന നല്ലത് തീർച്ചയായിട്ടും. കാരണം ചെറിയ പ്രൈസിന് നല്ലൊരു റേറ്റ് ഗ്യാപ്പിൽ കിട്ടും. പിന്നെ അതല്ല, ഇത് യൂസ് ചെയ്യുന്ന പോലെ കൊടുക്കാനും ചാൻസ് കുറവാണ്. വളരെ റേറ്റ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മാക്സിമം ലോണും ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഏത് കാണിക്കാം? നമ്മള് അൾട്ടീസ് ആണുള്ളത്. ഓൾറെഡി ഒരു പാർട്ടി ടോക്കൺ ആക്കി നിൽക്കാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വണ്ടിയായിരുന്നു കേട്ടോ, കാണിക്കാൻ പറ്റിയൊരു വണ്ടി. നിലവിലൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് നാളെ ഡെലിവറി ആണ്. ഇതും ടോക്കനായോ? അപ്പൊ നമുക്ക് കാണിക്കാൻ വണ്ടികൾ ഇല്ല എന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ജീപ്പ് കാണിക്കാം. വേറെ ഫോർച്യൂണർ ഉണ്ട് കേട്ടോ. ഫോർച്യൂണർ ഇല്ലാന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട. ഒരു നല്ല ഒരു ഫോർച്യൂണർ വേറെ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് കാണിക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ജീപ്പ് തുടങ്ങാം അല്ലേ? ഡീറ്റെയിൽ എങ്ങനെയാണ്? 2018 മോഡൽ. 18 മോഡൽ. ഇതിന്റെ വേരിയന്റ് വരുന്നത് ലിമിറ്റഡ് ഓപ്ഷൻ ആണ് വരുന്നത്. ലിമിറ്റഡ് മാത്രമല്ല, ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒക്കെ കാണുന്നുണ്ട്. സ്റ്റിക്കർ ഡോക്ടർ തന്നെയാണ് ഉപയോഗിച്ചത്. ഡോക്ടർ ഉപയോഗിച്ചത് സ്റ്റിക്കർ മാത്രമല്ല, ഇപ്പൊ ഡോക്ടർ ഉപയോഗിച്ചാണ് പറഞ്ഞ ട്രോളാണ് ഫുള്ളും. ഓക്കെ, വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു പേൾ വൈറ്റ് കളറാണ്. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് പുതിയ ടയറാണ്. ഏകദേശം ഒരു ബ്രാൻഡ് ന്യൂ ടയർ എന്ന് തന്നെ പറയാം. ഓണർഷിപ്പ്, കിലോമീറ്റർ, മോഡൽ കാര്യങ്ങൾ ഓണർഷിപ്പിലാണ് നിലവിൽ കിടക്കുന്നത്. 2018 മോഡൽ അല്ലേ? ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേരിയന്റ്, സെക്കൻഡ് ഓപ്ഷൻ. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 63,000. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC. പിന്നെ ജീപ്പിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കൊടുക്കും. മാത്രമല്ല നല്ല സ്റ്റെബിലിറ്റി, ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ, എത്ര എക്സ്പെക്ട് ചെയ്യണം നമ്മള്? ഇത് നമുക്ക് 11.5 നമുക്ക് കൊടുക്കാൻ പറ്റും. 11.5 കിട്ടിയാൽ കൊടുക്കാം. ലോണ് മാക്സിമം ആ ഒരു പ്രൈസിൽ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുത്തൂടെ? ഡുവൽ ടോൺ കളർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. കമ്പനി സർവീസുള്ള വണ്ടി കേട്ടോ. കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിപ്പോൾ ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കാം അല്ലേ? പിന്നെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് വെന്യൂ ഉണ്ട്, അതുപോലെ തന്നെ കിയന്റെ സെൽറ്റോസും ഉണ്ട് അല്ലേ? വെന്യൂ ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 12 വരെ മാക്സിമം പ്രതീക്ഷിക്കാം. ഒരു ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ നോക്കുന്നവർക്കൊക്കെ ലാഗിങ് കാര്യങ്ങളൊന്നും ഇല്ല. ടർബോ ആണ്. ടർബോ 1 ലിറ്റർ വരും. ടർബോ ആണ് അല്ലേ? ടർബോ ആണ്. അപ്പം പവറിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യം, നല്ല പവർ പെർഫോമൻസ് ഉണ്ടാവും. മോഡൽ കാര്യങ്ങൾ 2019 ആണ് മോഡൽ വരുന്നത്. 19 മോഡൽ. ഓണർഷിപ്പോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിക്കും. 90,000 ഒരാൾ തന്നെ ഉപയോഗിച്ചാണ്. സിംഗിൾ ഓണർ ഉപയോഗിച്ചാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ് ഫീച്ചേഴ്സ് അടങ്ങിയുള്ള വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആട്ടോ. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, സെക്കൻഡ് ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. സൺറൂഫ്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ്, AC തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയുള്ള വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഒരു വീട്ടിൽ ഉപയോഗിച്ച വണ്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താണല്ലോ. അപ്പോൾ സിംഗിൾ ഓണർ തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? ഇത് നമുക്ക് 7 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം 7.5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, കാണാൻ കുറച്ച് ലുക്കുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഒരു 7 ലക്ഷം രൂപ നമ്മൾ ആ സ്വിഫ്റ്റിന്റെ പറഞ്ഞ പോലെ ആ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു വലിയ വണ്ടി നമുക്ക് സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കിയന്റെ സെൽറ്റോസ്, അത് ബ്ലാക്ക് കളർ. ഡീസലോ പെട്രോളാ? ഡീസൽ. ഓക്കെ, GT തൊട്ട് താഴെ ഓപ്ഷൻ മാനുവൽ അല്ലേ? ഓക്കെ,
ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. സിംഗിൾ ഓണർ കമ്പനി സർവീസ്. മൈലേജിന്റെ കാര്യത്തിൽ പേടിക്കണ്ട കേട്ടോ, നല്ല മൈലേജും വലിയ മെയിൻ്റെനൻസ് പറയണമെന്നില്ല. ഓക്കെ, പിന്നെ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഒരു 90% ഫീച്ചേഴ്സും വരുന്ന വണ്ടി. സൺറൂഫ് അടക്കം വരും. കീലെസ് എൻട്രി. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ? ഇലക്ട്രിക് സീറ്റ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് വെന്റിലേഷൻ, അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ, ബോസിന്റെ സ്പീക്കർ, ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും, സ്റ്റിയറിംഗ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 12.75 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ചെറിയൊരു മാറ്റം നമ്മൾ ചെയ്യും. പുതിയതൊക്കെ ഇപ്പൊ 20 ലക്ഷത്തിന് മുകളിലായിപ്പോ ഇതിന്റെ പ്രൈസ് ഒക്കെ കേട്ടോ, ഡീസൽ വണ്ടിക്ക്. അപ്പൊ ആരെങ്കിലും ഒരു സെൽറ്റോസ് ഫുൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പുതിയത് നോക്കുന്നതിന് എന്തുകൊണ്ടും നല്ലതാണ് സെക്കൻഡ്സ് നോക്കണത്. കാരണം അത്യാവശ്യം നല്ല പ്രൈസിന് മാറ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഷോറൂമിൽ പുതിയത് എടുക്കാൻ പോയി നോക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. മാക്സിമം ലോൺ കിട്ടും. ഏകദേശം ഒരു 2-2.5 ലക്ഷം ഇറക്കി കൂടെ. നല്ല ട്രാക്കുള്ള ഒരാൾക്ക് മാക്സിമം ലോണും കിട്ടും. അപ്പോൾ നല്ലൊരു ട്രാക്കുള്ളവർക്ക് ഒരു 2-2.5 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു സെൽറ്റോസ് സ്വന്തമാക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇന്നോവ. ഇത് ക്വാളിറ്റി ഫീൽ ചെയ്യണ്ടല്ലോ വണ്ടി. പക്ക 2015 മോഡല്. ആ, 3ാമത്തെ ഓണർഷിപ്പിനായിരിക്കും എന്നുള്ള ഒരു സംഭവമല്ലോ. 15 മോഡൽ 3rd ഓണർ അല്ലേ? ഓക്കെ, ഒറിജിനൽ കേരള. പക്ക കമ്പനി സർവീസ് ആണ്. വൃത്തിയുണ്ട്. പിന്നെ ഓണർഷിപ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി കൊടുത്തൂടെ നമുക്ക്? ടയോട്ടയിൽ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ അല്ലേ? ഓക്കെ, 2015 മോഡല്. ഏകദേശം ഇന്നോവന്റെ എൻഡിങ്ങിലുള്ള വണ്ടി അല്ലേ? പിന്നെ ബോഡി നോക്കുകയാണെങ്കിലും നല്ല ഗ്ലേസിംഗ് ഉള്ള ബോഡി, അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇറങ്ങി. ഇതിപ്പോ ബ്രാൻഡ് കണ്ടീഷൻ തന്നെ പറയാം. ഇന്ത്യയുടെ അത്രയും വൃത്തിയുള്ള വണ്ടി കേട്ടോ. നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വണ്ടിന്റെ ക്വാളിറ്റി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 12 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 12 കിട്ടി. കാരണം ഒറിജിനൽ കേരള വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ലോൺ എത്ര കിട്ടും? മാക്സിമം 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുമോ? അല്ല, അത് 8-9 ലക്ഷം രൂപ. 9 ലക്ഷം റുപ്യ കാണും. ട്രാക്കുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മാത്രമല്ല നല്ലൊരു ഫാൻസി നമ്പർ കൂടി വരുന്ന വണ്ടി കേട്ടോ, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, നമുക്ക് ഓഡിയിൽ വളരെ റെയർ ആയിട്ട് മാത്രം കാണപ്പെടുന്ന ഓഡി ക്യൂസർ ഒറിജിനൽ കേരള വണ്ടി. അതർ സ്റ്റേറ്റ് വണ്ടി നമുക്ക് കാണാൻ സാധിക്കും. കേരള വണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2016 മോഡല്, 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെ? നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, കിലോമീറ്ററോ? 1,25,000 കിലോമീറ്റർ ആണ് ഓടി. ജെന്യുവിൻ സർവീസ് ഇല്ലേ? പക്ക കമ്പനി സർവീസ്. പക്ക സർവീസ്. പ്രീമിയം വണ്ടിയാണ്. സർവീസ് ഒരിക്കലും ലാഗായ വണ്ടിയിൽ എടുക്കുന്ന ബുദ്ധിയല്ല. അപ്പോൾ പ്രീമിയം കാർ എടുക്കുമ്പോൾ മാക്സിമം നല്ല സർവീസുള്ള വണ്ടി എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒരു വാഹനത്തിൻ്റെ കേസിൽ നമുക്ക് ആ കാര്യത്തിൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വെറൈറ്റി തീം അല്ലേ? നമ്മൾ ഡാഷ്ബോർഡൊക്കെ കാണുകയാണെങ്കിൽ ഒരു വെറൈറ്റി തീമിലാണ് വരുന്നത്. മാത്രമല്ല അത് ഓപ്ഷൻ ഏതാണ്? ടെക്നോളജി ഏറ്റവും ടോപ്പ് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് ആണ് അല്ലേ? ഇതിന്റെ പുറകുവശമൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. നമുക്ക് പുതിയ ഇറങ്ങുന്ന വണ്ടിയായിട്ടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം അല്ലേ? പുതിയ നല്ല റേറ്റ് ഉണ്ട്. 1ന്റെ മേലെ വരുന്നുണ്ടല്ലോ. 1ന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി അന്ന് ഇറങ്ങുമ്പോ എത്ര ഉണ്ട് ഈ ഒരു മോഡല്? അന്ന് ഒരു 90 ലാക്കോളം വില വരുന്ന വണ്ടിയാണ്. പക്ഷെ ഈ ഒരു വണ്ടി നമുക്ക് ഇപ്പോ നമ്മുടെ ഫോളോവേഴ്സിന് എത്ര നമുക്ക് ലാഭത്തിൽ കൊടുക്കാം? 34 ലക്ഷം രൂപ കൊടുക്കാം. കേരള വണ്ടി, മാക്സിമം ലോണും നല്ല സിബിലും ട്രാക്കും ഉള്ളവർക്ക് മാക്സിമം ലോണിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ആയിട്ട് ഒരു 916 വണ്ടി അത്രയും ഗ്യാരണ്ടിയിൽ കൊടുക്കണം. തങ്കക്കൂടം. കാരണം നമ്പർ നോക്കൂ, 916. ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. 2021 ഡീസല്, മൈലേജിന്റെ രാജാവ്. ഈ ഒരു സെഗ്മെന്റിൽ ഏകദേശം 20 കിലോമീറ്റർ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു വണ്ടി. മാത്രമല്ല മാനുവലും കൂടിയാണ്. ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ HTK പ്ലസ്. സൺറൂഫ് വരില്ല, എന്നാൽ കൂടി ഒട്ടുമിക്ക അലോയ് വീൽസ്, അതുപോലെ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലൊരു കൊടുക്കുന്ന ക്യാഷുള്ള വണ്ടി എന്ന് പറയാം നമുക്ക്. വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ എടുക്കുന്ന ആൾക്ക് ഇനി വേറൊരു വാറണ്ടി കൊടുക്കാമല്ലോ. കിയന്റെ ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വണ്ടി. വാറണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, കിയന്റെ വാറണ്ടി ഉള്ള വണ്ടി. അതെ, ഈ വണ്ടി ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഒരു 17 ലക്ഷത്തോളം, 15 ടു അല്ല ഈ HTK പ്ലസിന് എനിക്ക് തോന്നുന്നു അന്ന് 15 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഈ ഒരു ടൈമില് നമുക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 11 കൊടുക്കാം. 11.5 ലക്ഷം രൂപക്ക് നമുക്ക് കിയന്റെ ഡീസൽ വണ്ടി കൊടുക്കാം. അതും സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ലോൺ ആണെങ്കിൽ ഏകദേശം ഒരു 2-2.5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാം കേട്ടോ. അപ്പൊ ആരെങ്കിലും
കിയൻ്റെ സെൽറ്റോസ് നോക്കിയിട്ട് നമ്മൾ 2 ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ 2 നോക്കിയിട്ട് ഏത് വേണേൽ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് മഹീന്ദ്രയുടെ താറ്. അതും 4x4 ആണോ? 4x4 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഏകദേശം 20 ലക്ഷത്തിന് എടുത്ത് വരുന്നല്ലേ, മുകളിൽ വരുന്നുണ്ടോ? 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന വണ്ടിയാണ് 4x4. എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സ്ട്രാ, ഓവർ ആയിട്ടില്ല എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്ത വണ്ടി. ഇത് മോഡല് അതുപോലെ തന്നെ ഓണർഷിപ്പ്, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നിലവിൽ 68,000 കിലോമീറ്റർ ആണ് ഡീസൽ ഓടിയിട്ടുണ്ട്. 68,000 സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർ അല്ലേ. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 60% to 80, 60 to 80% വരുന്ന ടയർ. പിന്നെ പുറകുവശമൊക്കെ നോക്കുകയാണെങ്കിലും വലിയ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ 4x4 ഓട്ടോമാറ്റിക് ആണ്. ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കരിമ്പുലി ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. താറ് 13 ലക്ഷത്തിന് കിട്ടാണ്ട്, 12 ലക്ഷത്തിന് കിട്ടാണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക് ആണ്, 4x4 ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കാം? നമ്മൾ 15 ലക്ഷം റുപ്യാണ് വിൽക്കുന്ന പ്രൈസ്. 15 ലക്ഷം രൂപ. എന്തെങ്കിലും ചെറിയൊരു മാറ്റം നമ്മളെ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കാരണം 20 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 15 ലക്ഷമാണ് ആസ്കിന്. എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരുത്തി തരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓഡി Q3 പരിചയപ്പെടാം. അതിൽ റയർ കളർ ആയിട്ടുള്ള റെഡ് അല്ലേ, കാണാൻ റോട്ട് കൂടെ പോകുമ്പോൾ ഒരു കിളിക്കുഞ്ഞ് പോണ പോലെ തോന്നും. അതെ, 4 നോട്ടം കിട്ടുന്ന ഒരു വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2017 മോഡല്. 17 മോഡല്. അതേപോലെ തന്നെ ഓണർഷിപ്പ്, കിലോമീറ്റർ കാര്യങ്ങൾ. കിലോമീറ്റർ വരുന്ന 1,13,000 കിലോമീറ്റർ. 13,000 കിലോ. ജെനുവിനാണോ? പക്ക കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. ബോഡി നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കളറാണ്. നല്ല ലൈനിങ് കാര്യങ്ങളൊക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. പിന്നെ മോഡൽ കുറച്ച് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അലോയിൽസിൽ ചേഞ്ച് വരും. കുറച്ച് ഫീച്ചേഴ്സിൽ ഇന്റീരിയറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്ന വണ്ടി. കേരള വണ്ടി കേട്ടോ. കേരള ഒറിജിനൽ കേരള. ലോൺ കിട്ടൂലേ? അപ്പൊ ഒരു ലോണില് കുറച്ച് പ്രീമിയം വണ്ടി, ഒന്ന് കേരള വണ്ടി നിർബന്ധമുള്ളവർക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, സീറ്റ് ആയിക്കോട്ടെ, ഒക്കെ നമുക്കൊരു ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആട്ടത് ടെക്നോളജി പാക്ക് എന്ന് അറിയും. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ. ബ്ലാക്ക് ലെതറിൽ വരും. അപ്പൊ ഈ ഒരു റെഡ് കിളി നമുക്ക് എത്രയ്ക്ക് നമ്മളെ പ്രൈസർക്ക് കൊടുക്കാം? കേരള വണ്ടി 16,300,000 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഓക്കെ, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ലോണ് മാക്സിമം കയറും അല്ലേ? മാക്സിമം ലോൺ നല്ലൊരു ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഓഡി Q3 സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബെൻസിന്റെ കുറച്ചൊരു വലിയ ലെവൽ വണ്ടി പരിചയപ്പെടാം അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ മോഡൽ 2014 ML 250 14 മോഡൽ. ഓക്കെ, കേരള വണ്ടി. മാക്സിമം ലോൺ കിട്ടും. കേരള ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ട് മാക്സിമം ലോൺ കിട്ടും. ഇത് കിലോമീറ്റർ എത്രയാണ്? 1,03,000 കിലോമീറ്റർ. 1.3. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ, മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു പുത്തൻ വണ്ടിന്റെ ഫീല് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തെടുക്കാം. അത്രയും ക്വാളിറ്റി വണ്ടി. പുറമേ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത ഗ്യാരണ്ടി കൊടുത്തുവിടാം നമുക്ക്. കാരണം പ്രീമിയം വണ്ടിയാണ്. അപ്പോൾ ആൾക്കാർക്ക് എടുക്കാനൊരു ഭയം ഉണ്ടാവും. ആ ഒരു ഭയം തന്നെ വേണ്ടല്ലോ, ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 21 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും മാറ്റം 21 ലക്ഷമാണ് ചോദിക്കുന്നത്. മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഒറിജിനൽ കേരള വണ്ടിയാണ്, അതർ സ്റ്റേറ്റ് അല്ല, ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഫോർച്യൂണറിന്റെ പുതിയ മോഡൽ പരിചയപ്പെടാം. ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2023 മോഡലാണെങ്കിലും 24 വണ്ടി ഇറങ്ങുന്നത്. 23 മോഡൽ 24 രജിസ്ട്രേഷൻ ആണോ? ഓക്കെ, 24 പുത്തൻ വണ്ടി അല്ലേ. ഓക്കെ, ഇതിപ്പോ ഓൺ റോഡ് ഇറക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 65 ആ ലെവൽ വരുന്നില്ല ഇപ്പൊ? ലെജൻഡറി ഇത് 49 സംതിങ് 50 രൂപ വരും. 50 രൂപ വരുന്നുണ്ട് ഏകദേശം. പുതിയത് ലെജൻഡർ അല്ലേ 65. അപ്പൊ ഇത് നമുക്കൊരു 50 ലക്ഷത്തിനുള്ളിൽ വരുന്ന വണ്ടി. ഓക്കെ, എടുക്കുന്നോണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിന്റെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000. ഓക്കെ, ജെനുവിനാണോ? 17,000. 17,000 കിലോമീറ്റർ പക്ക ജെനുവിൻ അല്ലേ. ഓക്കെ, നമുക്ക് കീ ഒക്കെ ഇതൊക്കെ ഈ ഭാഗമൊക്കെ ഉണ്ടോ? ഫുള്ള് ബ്രാൻഡ് ന്യൂ അല്ലേ? ഒന്നും ചെയ്തില്ല. ഓക്കെ, പക്ക ബ്രാൻഡ് ന്യൂ വണ്ടി. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ കയറി 360 ക്യാമറയും കാര്യങ്ങളൊക്കെ കമ്പനി അവർ ചെയ്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ എടുക്കുന്നവർക്ക് അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് അല്ലേ. ഓക്കെ, KL11 രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ആയിക്കോട്ടെ, ലെതർ സീറ്റ്, ടച്ച് കൺട്രോൾ, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC ഒക്കെ വരുന്ന 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ടയർ നോക്കുകയാണെങ്കിൽ വെറും 17,000 ഓടി ടയർ. ഓക്കെ, എത്രക്ക് നമുക്ക് പുതിയത് എടുക്കുന്നതിലും ഈ ഒരു വാഹനം എടുക്കുന്നതിലും എന്താണ് ബെനിഫിറ്റ്?
ബെനിഫിറ്റ് എന്ന് വെച്ചാല് 43 റുപ്യ നമുക്ക് കൊടുക്കാൻ പറ്റും. 43, 47 ആ ലെവൽ വരുന്നുണ്ട്. 49.80 തോന്നുന്നു പുതിയ വരുന്നുണ്ട്. കൂടാതെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫ്രീ എടുക്കുന്ന കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫാൻസി നമ്പർ. പിന്നെ ഫോർച്യൂണർ ആണ്, ഇത് സ്വർണം പോലെയാണെന്ന് പറയാം. റേറ്റ് വലിയ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ലക്ഷറി ആൻഡ് ബഡ്ജറ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് അതിന്റെ ആണ്. എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം പ്രൈസ് ചിലപ്പോൾ ഒരു 5-10 കൂടി നിൽക്കും. പക്ഷെ ഗ്യാരണ്ടിയിൽ കേരള വണ്ടി ലോ കിലോമീറ്റർ വേണമെങ്കിൽ നമ്മൾ ഈ ലക്ഷറി ഡ്രൈവിക്ക് തന്നെ വരണം. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോ. അതായത് കൊടുവള്ളി, സൗത്ത് കൊടുവള്ളി. ഓക്കെ, കൊടുവള്ളിയിൽ കോഴിക്കോട് വരുന്ന സമയത്ത് വയനാട് റോഡ് തന്നെ പറയാം. ലൊക്കേഷൻ കാരണം കിട്ടാൻ വേണ്ടി നമ്പർ താഴത്തോട്ട് അതിന് കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മൾ മലയിൽ മീഡിയ ഫോളോവേഴ്സ് വരുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം. അതെ, റേറ്റിന്റെ കാര്യത്തിൽ ഇവിടുന്ന് തെറ്റിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.